First question, in a class, boys and girls are in the ratio 5:3. If the number of boys is 16 more than the number of girls, then the total strength of the class is option A 48, option B 64, option C 56, option D 24. ഫസ്റ്റ് തന്നിരിക്കുന്ന ഒരു ക്ലാസ്സിൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട്. അതായത് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ 5:3 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്പർ ആക്കി എഴുതുമ്പോൾ നമുക്ക് 5x, 3x എന്ന് എഴുതാം. 5x, 3x. ഇതിൽ 5x റെപ്രസെൻ്റ് ചെയ്യുന്നത് ബോയ്സിൻ്റെ എണ്ണം, 3x റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗേൾസിൻ്റെ എണ്ണം. ഇതാണ് ഇഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ഈസ് 16 മോർ ദാൻ ദി നമ്പർ ഓഫ് ഗേൾസ്. അതായത് ബോയ്സിൻ്റെ എണ്ണം എന്താണ് ഗേൾസിൻ്റെക്കാളും 60 കൂടുതലാണ്. നമുക്കറിയാം ഇവിടുത്തെ ബോയ്സിൻ്റെ എണ്ണം എന്ന് പറയുമ്പോൾ എന്താണ് 5x. അതെന്തിന് തുല്യമാണ്? ഗേൾസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ബോയ്സിൻ്റെക്കാളും 16 കൂടുതലാണ്. നമുക്ക് ഗേൾസിൻ്റെ എണ്ണം 3x, അതിൻ്റെ ഒപ്പം 16 കൂടി ആഡ് ചെയ്താൽ ആ നമ്പർ അല്ലെങ്കിൽ ആ ടോട്ടൽ എന്തിന് തുല്യമാവും? ബോയ്സിൻ്റെ എണ്ണത്തിന് തുല്യമാവും. അതായത് 5x = 3x + 16 നമുക്ക് കിട്ടും. ഒരു ഇക്വേഷൻ കിട്ടി. ഈ 3x അപ്പുറത്തേക്ക് വരുമ്പോൾ -3x ആവും. 5x - 3x എന്ത് വരും? 2x കിട്ടും. 2x = 60 എന്ന് കിട്ടും. അന്ന് x എന്ത് കിട്ടും? 16/2 8. x നമുക്ക് 8 കിട്ടി. നമുക്ക് എന്താ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? അതിൻ്റെ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ ക്ലാസിൻ്റെ ടോട്ടൽ സ്ട്രെങ്ത്. അതായത് ടോട്ടൽ സ്ട്രെങ്ത് പറഞ്ഞാൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം അല്ലേ. നമുക്ക് ആദ്യം ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട് എന്ന് നോക്കാം. ബോയ്സിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏതാണ്? ഇവിടെ 5x എന്ന് എഴുതി. 5x എത്രയാണ്? 5 × x എത്രയാണ്? 8 ആണ്. 5 × 8 എന്ത് വരും? 40 വരും. അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം നമുക്ക് കിട്ടി 40 കിട്ടി. ബോയ്സിൻ്റെ എണ്ണം നമുക്ക് കിട്ടി. ഇതേപോലെ ഗേൾസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം. ഗേൾസിൻ്റെ 3x ആണ് അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ ഈ ഒരു പ്രോബ്ലത്തിൽ. 3x = 3 × x എത്രയാണ്? x 8. 3 × 8 എത്ര വരും? 24 നമുക്ക് കിട്ടി. ഗേൾസിൻ്റെ എണ്ണവും നമുക്ക് ഇവിടെ ഉള്ള ഗേൾസിൻ്റെ എണ്ണവും നമുക്ക് കിട്ടി. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ സ്ട്രെങ്ത് ആണ്. ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോയ്സിൻ്റെ എണ്ണവും ഗേൾസിൻ്റെ എണ്ണവും കൂടി കൂട്ടുക. അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം 40 പ്ലസ് ഗേൾസിൻ്റെ എണ്ണം അവിടെ 24 = എന്ത് വരും? 64 വരും. അപ്പോൾ ഈ ക്ലാസ്സിലെ ടോട്ടൽ സ്ട്രെങ്ത് 64 ആണ് വരിക. അതായത് ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫാദർ ഈസ് 5 times as old as his son. If their total age is 48, the age of the son is option A 7, option B 6, option C 8, option D 40. അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്നത് എ ഫാദർ ഈസ് 5 times as old as his son. ഇപ്പോൾ ഒരു അച്ഛൻ തൻ്റെ മകൻ്റെക്കാളും 5 വയസ്സ് കൂടുതലാണ്. നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? അപ്പം നമുക്ക് സൺ മകൻ്റെ വയസ്സ് നമുക്കിപ്പോൾ x ആക്കി എടുക്കാം. അപ്പം അച്ഛന് മകൻ്റെക്കാളും 5 ഇരട്ടി വയസ്സാണ്. മകൻ്റെ വയസ്സിൻ്റെക്കാളും 5 ഇരട്ടിയാണ്
അച്ഛൻ്റെ വയസ്സ്. അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? മകൻ്റെ വയസ്സ് എക്സ് ആണെങ്കിൽ 5 ഇരട്ടി എന്ന് പറയുമ്പോൾ, മകൻ്റെ വയസ്സിൻ്റെക്കാൾ 5 ഇരട്ടി എന്ന് പറയുമ്പോൾ ഫാദർ, അതായത് അച്ഛൻ്റെ വയസ്സ് നമുക്ക് 5x എന്ന് എടുക്കാം. ഇപ്പൊ ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അടുത്തത് ഇഫ് ദയർ ടോട്ടൽ ഏജ് ഈസ് 48, അവരുടെ രണ്ടുപേരുടെയും ടോട്ടൽ ഏജ് എത്ര വരുന്നത്? 48. അതായത് രണ്ടുപേരുടെയും വയസ്സ് കൂട്ടുമ്പോൾ നമുക്ക് 48 കിട്ടുന്നു. നമുക്ക് എഴുതാം അല്ലേ? അച്ഛൻ്റെ വയസ്സ് 5x, മകൻ്റെ വയസ്സ് x, രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 48 കിട്ടുന്നു. 5x പ്ലസ്, പിന്നെ നമുക്ക് 5x പ്ലസ് എക്സ് എന്ത് കിട്ടും? 6x is equal to 48. അതിന് എക്സ് എന്ത് കിട്ടും? 48/6, അതായത് എക്സ് നമുക്ക് എന്ത് കിട്ടും? 8. നമുക്കറിയാം അവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മകന്റെ വയസ്സ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതും മകന്റെ വയസ്സാണ്. മകന്റെ വയസ്സ് എന്താണ് വരിക? 8. ആൻസർ വരിക 8ആണ്, അതായത് ഓപ്ഷൻ സി. ആൻസർ വരിക ഓപ്ഷൻ സി, ദാറ്റ് ഈസ് 8. ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മെനി ഇയേഴ്സ് rupees 5,000 will get a compound interest of rupees 1,050 at 10% per annum? അതായത് എത്ര വർഷം കൊണ്ടാണ് 5,000 രൂപയ്ക്ക് 1,050 രൂപ കൂട്ടുപലിശ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക? അവിടെ പലിശ നിരക്ക് 6 തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻ ഹൗ മെനി ഇയേഴ്സ്, എത്ര വർഷം കൊണ്ടാണ് 5,000 രൂപയ്ക്ക് 1,050 രൂപ എന്ന ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശ കിട്ടുക. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ തന്ന കാര്യങ്ങൾ എഴുതിയെടുക്കാം. അപ്പൊ നമുക്ക് ഇതൊന്ന് മനസ്സിലായി. നമുക്ക് ഇതൊന്ന് കണ്ടുപിടിക്കേണ്ടത് അല്ലെ, ഇൻ ഹൗ മെനി ഇയേഴ്സ്, എത്ര വർഷം കൊണ്ടാണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് വർഷമാണ്. നമുക്ക് n എന്ന് റെപ്രസെന്റ് ചെയ്യാം. n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമുക്ക് അറിയാലോ അവിടെ റേറ്റ്, പലിശ നിരക്ക് തന്നിട്ടുണ്ട്. തന്ന ഡാറ്റാസ് ഫസ്റ്റ് എഴുതാം. പലിശ നിരക്ക് 10 അതെഴുതി. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ മുതൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. പ്രിൻസിപ്പൽ എമൗണ്ട് എന്നും പറയും. മുതൽ തന്നിട്ടുണ്ട്. മുതൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക പി വെച്ചിട്ടാണ്. അത് പ്രിൻസിപ്പൽ എമൗണ്ട്. പി നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? 5,000 എഴുതി. 5,000. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൂട്ടുപലിശ അല്ലേ, ഒരു കൂട്ടുപലിശ ഇവിടെ തന്നിട്ടുള്ളത് 1,050 ആണ്. 1,050. അപ്പൊ നമുക്കറിയാം ഇവിടെയുള്ള മുതൽ കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെയുള്ള തുക എത്ര വരിക? തുക പറയുമ്പോൾ എമൗണ്ട് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെയുള്ള ടോട്ടൽ മൊത്തം തുക എന്ന് പറഞ്ഞാൽ എന്താ വരിക? മുതൽ 5,000 ആണ്. ആ 5,000 പിന്നെ നമുക്കറിയാം 5,000 കിട്ടുന്ന കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 1,050 ആണ്. ആ 1,050 കൂട്ടുക. രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6,050. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട എത്ര വർഷം കൊണ്ടാണ് കിട്ടുന്നത്. പലിശ നിരക്കുണ്ട്, ഇവിടെയുള്ള മുതലുണ്ട്, അതായത് പി 5,000 അല്ലെ. തുക എങ്ങനെ കണ്ടുപിടിക്കുക? തുക റെപ്രസെന്റ് ചെയ്യുക എ ആണ്. തുക കിട്ടൊന്നുമില്ല, മുതലും കൂട്ടുപലിശയും കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ഇവിടെയുള്ള തുക. തുകയും നമുക്ക് ഇവിടെ കിട്ടി. നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായി ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് n ആണ്, അല്ലെങ്കിൽ ഇൻ ഹൗ മെനി ഇയേഴ്സ്, എത്ര വർഷം കൊണ്ടാണ്, അതായത് n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഇതൊക്കെ കണക്ട് ചെയ്യുന്ന ഫോർമുല ഏതാണ് വരിക? A is equal to P
A is equal to P 1 plus R by 100 raised to n. ഫോർമുല ഒരു A is equal to P 1 plus R by 100 raised to n. അതാണ് ഇവിടെ ഉള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോർമുല. അതൊന്നാണ് നമുക്ക് n കണ്ടുപിടിക്കേണ്ടത്. ഫോർമുലയിൽ വാല്യൂസ് കൊടുക്കാം. A എന്ന് പറയുമ്പോൾ എത്രയാണ്? തുക 6050 is equal to P മുതൽ 5000 into 1 പ്ലസ് 6 എന്ന് പറയുമ്പോൾ പലിശ നിരക്ക് 10 ആണ്. 10/100 raised to n വരും. n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് n ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ ഇൻറ്റു 5000 ഈ സൈഡിലേക്ക് പോകുമ്പോൾ ബൈ 5000 ആവും. ആ സ്റ്റെപ്പ് എഴുതാം. 6050 ഡിവൈഡഡ് ബൈ 5000 താഴേക്ക് പോകും. 5000 ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 പ്ലസ് 10 divided by 100 raised to n. ഇതുവരെ കിട്ടി. ഇനി ഇവിടെ എന്ത് ചെയ്യാം? ബ്രാക്കറ്റിന്റെ അകത്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 100 into 1 plus 10 divided by 100 അത് ചെയ്യാം. അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യാം? ഈ ഒരു ടേം ഉണ്ടല്ലോ 6050 ഡിവൈഡഡ് ബൈ 5000 അത് വെട്ടിക്കളയുമ്പോൾ നമുക്ക് 121 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു ഇവിടെ പറഞ്ഞ പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 100 into 1 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. അതായത് 100 പ്ലസ് 10 ഡിവൈഡഡ് ബൈ എന്ത് വരും? 100 റൈസ് ടു n. n ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ആ രീതിയിൽ നമുക്കതിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. പിന്നെ എന്ത് കിട്ടും? ഇവിടെ എന്ത് വരും? 121 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 100ഉം 10ഉം 110 ഡിവൈഡഡ് ബൈ എന്ത് വരും? 100 റൈസ് ടു പവർ എന്ത് വരും? n. പവർ n ഉണ്ട്. പിന്നെ എന്ത് സംഭവിക്കും? നമുക്ക് ഈ സീറോ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? 1 2 1 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു എന്ത് വരും? 11/10 റൈസ് ടു n. അങ്ങനെ നമുക്ക് ഇങ്ങനെ കിട്ടി. 121 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 11/10 റൈസ് ടു n. അങ്ങനെ നമുക്ക് കിട്ടി. ഇവിടെ ശ്രദ്ധിച്ചറിയാം, നമുക്ക് 121 എന്ന് പറഞ്ഞാൽ എന്താണ്? 11ന്റെ സ്ക്വയർ ആണ്. നമുക്ക് അങ്ങനെ മാറ്റി എഴുതാം. 11 സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴെ 100 എന്ന് പറയുമ്പോൾ എന്താണ്? 10ന്റെ സ്ക്വയർ ആണ്. 10ന്റെ സ്ക്വയറിന് മാറ്റി എഴുതി. ഈ ഒരു രീതിയിൽ മാറ്റിയാലാണ് നമുക്ക് n കണ്ടുപിടിക്കാൻ പറ്റും. ഈ സൈഡിൽ എന്ത് വരും? കണ്ടോ? അപ്പോൾ രണ്ട് സൈഡും ബേസ് ഈക്വൽ ആക്കാൻ പറ്റി. 11/10 11/10 ഇവിടെ എന്ത് വരും? റൈസ് ടു n അല്ലേ? ഇനി ഇവിടെ 11/10 11ലും 10ലും സ്ക്വയർ എന്താണ് അല്ലെ? കോമൺ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 11/10 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു അപ്പുറത്തെ RHSൽ എന്ത് തന്നെയാണ്? 11/10 റൈസ് ടു n.
അല്ലേ? നമുക്ക് ഇങ്ങനെ കിട്ടി. നമുക്ക് ശ്രദ്ധിച്ചറിയാം അല്ലേ, രണ്ട് സൈഡിലും ബേസ് എന്താണ് ഇവിടെ 11/10 11/10 ഈക്വൽ ആണ് അല്ലേ? അപ്പൊ നമുക്ക് പവർ എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ അതൊന്ന് നമുക്ക് n എന്ത് കിട്ടി, 2 എന്ന് കിട്ടി. അപ്പൊ എത്ര വർഷം എടുക്കും? n പറയുമ്പോൾ എത്ര വർഷം, നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര വർഷം എടുക്കും? 2 വർഷം. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് വരിക, 2 വർഷം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ LCM and HCF ഓഫ് 2 numbers are 160 and 8 respectively. One of the number is 32, then the other number. അതായത് രണ്ട് നമ്പറിന്റെ LCM-ഉം HCF-ഉം തന്നിട്ടുണ്ട്. LCM 160 and HCF 8. അതിൽ ഒരു നമ്പർ എക്സും ഒരു നമ്പർ 32 എങ്കിൽ മറ്റേ നമ്പർ ഏതായിരിക്കും? അപ്പം അങ്ങനെ LCM HCF നമ്പേഴ്സ് കണക്ട് ചെയ്തിട്ട് പ്രോബ്ലം വന്നാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫോർമുല ഉണ്ട്. അതായത് പ്രൊഡക്റ്റ് ഓഫ് 2 numbers is equal to HCF into LCM. നമുക്കിത് കണക്ട് ചെയ്യുന്ന ഫോർമുല പ്രൊഡക്റ്റ് ഓഫ് 2 numbers is equal to HCF into LCM. അപ്പോൾ നമുക്ക് ഒരു നമ്പർ തന്നിട്ടുണ്ട് ഇവിടെ 32. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പർ, രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു നമ്പർ 32 ആണ് തന്നിരിക്കുന്നത്. 32 ഇൻറ്റു ഇതെന്താ അതർ നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. ആ നമ്പർ നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഈസ് ഈക്വൽ ടു HCF എത്രയാണ്? 8. 8 ഇൻറ്റു LCM എന്ന് പറയുമ്പോൾ 160 കിട്ടി. എന്ത് കിട്ടി? 32 എക്സ് നമുക്ക് കിട്ടി. 8 ഇൻറ്റു 160 എന്ന് പറയുമ്പോൾ 1280 കിട്ടി. അതിന് എക്സ് കണ്ടുപിടിക്കുക. അതായത് 1280/32. അതായത് എക്സ് 4 കിട്ടും. 4 അല്ല 40. ഡിവൈഡ് ചെയ്താൽ എക്സ് 40 കിട്ടും. അപ്പം ആൻസർ വരിക ഓപ്ഷൻ എ ആണ്, 40. അടുത്ത ക്വസ്റ്റ്യൻ, എ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 35 gives 23 as remainder. If the same number is divided by 7, remainder is option A 4, option B 3, option C 5, option D 2. ഇപ്പോൾ തന്നിരിക്കുന്ന എ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 35. നമുക്ക് ആദ്യം ആ നമ്പറിനെ n ആക്കി എടുക്കാം. ദാറ്റ് നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 5. n എന്ന നമ്പറിനെ 35 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ 23 കിട്ടി. അത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ n എന്ന നമ്പറിനെ നമ്മൾ 35 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് കിട്ടിയ റിമൈൻഡർ പറഞ്ഞിട്ടുണ്ട്. കിട്ടിയ റിമൈൻഡർ 23 അല്ലേ? നമുക്ക് ഇവിടെ തന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. പിന്നെ അത് മേലെ വരുന്നത് കോഷ്യൻ്റ് ആണ്. നമുക്കറിയില്ല എത്രയാണ്. അപ്പോൾ കോഷ്യൻ്റ് നമുക്ക് എക്സ് ആക്കി എടുക്കാം. അപ്പോൾ തന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഉള്ളിൽ വരുന്നതിന് നമ്മൾ എന്താ പറയുക? അത് ജസ്റ്റ് പറയാം, ഡിവിഡൻറ്റ്. ഉള്ളിൽ വരുന്നതിന് നമ്മൾ ഡിവിഡൻറ്റ് എന്നാണ് പറയുക. നമുക്കറിയാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റിമൈൻഡർ നമുക്ക് 23 കിട്ടി. മേലുള്ളതിന് നമ്മൾ എന്താ പറയുക?
കോഷ്യന്റ്. കോഷ്യന്റ് കിട്ടി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇതിന് നമ്മൾ ഡിവൈസർ എന്ന് പറയും. ഇപ്പൊ മേലെ വരുന്നത് കോഷ്യന്റ്, ഉള്ളിൽ ഡിവിഡന്റ്, താഴെ റിമൈൻഡർ. ഈ സൈഡിൽ എന്ത് കിട്ടി? ഡിവൈസറും. ഈ ടേംസ് ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇക്വേഷൻ dividend is equal to divisor into quotient plus remainder. ഇതിനൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. നമുക്ക് ഈ ഒരു ഇക്വേഷൻ, ഈ കേസിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. അറിയാം, ഇവിടെ ഡിവിഡൻഡ് n ആണ്. എഴുതാം, n ഈസ് ഈക്വൽ ടു ഡിവൈസർ എത്രയാണ്? 35 ഇൻറ്റു കോഷ്യന്റ് എത്രയാണ്? x ആണ് ഇവിടെ, x പ്ലസ് 23 കിട്ടി. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ദ സെയിം നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 7. ഈ നമ്പറിനെ വീണ്ടും 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എത്രയായിരിക്കും? അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ നമ്പറിനെ നമുക്ക് വീണ്ടും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം n/7 ഈസ് ഈക്വൽ ടു 35x ഡിവൈഡഡ് ബൈ എന്ത് വരും? 7 വരും. ഇസ് ഈക്വൽ ടു, ഇനി സെപ്പറേറ്റ് ഓരോ ടേമും ഡിവൈഡ് ചെയ്തെടുക്കാം. 35x ഡിവൈഡഡ് ബൈ 7 പ്ലസ് എന്ത് വരും? 23 ഡിവൈഡഡ് ബൈ 7. നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, നമുക്കറിയാമല്ലോ ഇവിടെ നമ്മൾ 35 ഡിവൈഡഡ് ബൈ 7 ചെയ്താൽ റിമൈൻഡർ എന്താ വരിക? 35 ഡിവൈഡഡ് ബൈ 7 ചെയ്താൽ അത് ഫുള്ളായിട്ട് പോവും, റിമൈൻഡർ ഉണ്ടാവില്ല. അത് റിമൈൻഡർ 0 ആണ് ഇവിടെ വരിക, അല്ലേ? റിമൈൻഡർ ഇല്ല. ഇനി അടുത്തുള്ള 23/7 ആണ്. 23/7 ഫുള്ളായിട്ട് എന്ത് ചെയ്യില്ല? ഡിവൈഡ് ചെയ്ത് പോവില്ല, അല്ലേ? അപ്പം അതിൽ എത്ര റിമൈൻഡർ വരിക നമുക്ക് നോക്കാം. സൈഡിൽ ഡിവൈഡ് ചെയ്യാം. 23 ഡിവൈഡഡ് ബൈ 7 ചെയ്തു. അപ്പം നമുക്കറിയാം 7 3s are 21, അല്ലേ? റിമൈൻഡർ 2 കിട്ടി, അല്ലേ? നമുക്കറിയാം ഇവിടെ 35/7 റിമൈൻഡർ ഇല്ല. ഇനി ഈ ഒരു ടേം ഉണ്ട്, അല്ലേ? 23/7 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ എത്രയാണ്? ഇവിടെ കിട്ടിയ റിമൈൻഡർ എന്ന് പറയുമ്പോൾ നമുക്ക് 2 ആണ് കിട്ടിയിരിക്കുന്നത്. കേട്ടോ, 2 ആണ് റിമൈൻഡർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്, 2.